സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാമല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട റേച്ചലിനെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. റേച്ചൽ, സോ വെൽക്കം. ഹണിന്ന് വിളിക്കണോ റീച്ചെന്ന് വിളിക്കണോ ഇപ്പൊ കൺഫ്യൂഷൻ ആണ് ഞങ്ങൾക്ക് ആക്ച്വലി. കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ് ടീച്ചറിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. പോസ്റ്റേഴ്സ് ആണെങ്കിലും ഒന്നിനോടൊന്ന് വളരെ ഭംഗിയായിട്ടുള്ള പോസ്റ്റേഴ്സിലാണ് ഞങ്ങൾ ഹണി കണ്ടിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു മൊമെന്റ്? വാട്ട് യു ഫീൽ റൈറ്റ് നൗ? എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ്. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. കുറേ നാളുകളിലെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ 6 റിലീസ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് റേച്ചൽ. കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട്, അത് സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി തിരുവനന്തപുരം വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു 10-20 വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയിൽ. അതിൻ്റെ കാരണഭൂതനാണ് ഇവിടെ ഇരിക്കുന്നത് വിനയൻ സാറ്. അദ്ദേഹമാണ് സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത്. ആൻഡ് ലാൽജോ സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പം പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷപ്പെടുമായിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം. പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിന് തന്നിരിക്കുന്നത്. ആൻഡ് ദ ഹോൾ ക്രൂ, നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റിൽ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സ് ആയാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക. അങ്ങനെ തന്നെയാണ് ഇതിനെ പറയേണ്ടത്. എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലെയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് റേച്ചൽ. ആൻഡ് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഇന്ദ്രിത് ഷൈൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മാബിക, അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു 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 റീസൺ. അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയോടെ പോയി മഞ്ജു ചേച്ചി ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളുടെ എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്ന പേരുകൾ. ഇതൊക്കെയാണ് എനിക്ക് റേച്ചലിനെ പറ്റി പറയാനുള്ളത്. ഇനി ഡിസംബർ 6 പടം വരികയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. ഇനി ആരുടെയെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റേച്ചലിന്റെ ഹോൾ ക്രൂവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ മെൻഷൻ ചെയ്തതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളൊരു ഡയറക്ടർ ആൻഡ് ഒരു ക്യാരക്ടർ. പക്ഷേ സ്ത്രീ എന്നതിനോടുപരി ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണ് മാറിയാണ് എനിക്ക് പറയുന്നത്. ആൻഡ് സിനിമയിലേക്ക് കൈപിടിച്ച് തന്ന ഗുരുവിന്റെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് അഭിമാനം കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്നോട് അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സിനിമ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈ പറഞ്ഞില്ല 20 വർഷമായിട്ടും മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും. അപ്പം അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണമെന്നില്ല. വരുന്നതിൽ നിന്നും ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന അതിൻ്റെ ഒരു വലിയ പാഷനാണ്. ഈ ഒരു സിനിമ, എൻ്റെ സ്റ്റോറി ലൈൻ, എൻ്റെ ഒരു കഥാപാത്രം, പിന്നെ ആനന്ദിനിയെ പോലൊരു ഡെബ്യൂ മൂവിയാണ് ആനന്ദിനിയുടെ. ഭയങ്കര ഒരു ഫയർ ഉള്ളിലുള്ള ഒരാളാണ്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം ആനന്ദിനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് എന്ത് വേണം എന്നുള്ളത്. ആക്ടേഴ്സ് ഇതിനായാലും ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ്. ദൈവം നമുക്കൊരു എന്താ പറയുക, അദ്ദേഹത്തിന് ഒരു സിഗ്നേച്ചർ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകൾ വരുമ്പോൾ. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു.
മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിഗ്നേച്ചറായി മാറാൻ റീച്ചലിന് സാധിക്കട്ടെ എന്ന് തന്നെ രീതിയിൽ വിഷ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൊമെന്റിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. നമ്മൾ റീച്ചൽ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് ഐ തിങ്ക് ഗുരു തന്നെയായിരിക്കും, അല്ലെ നൈസർ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി ബഹുമാനത്തോടും ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടെയാണ് ഇത് ലഭിച്ചത്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ 2005 ബോയ് ഫ്രണ്ട് വിനയൻ സാറിന്റെ മൂവി വരുന്നത്, അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ ഇത്രയും വർഷമായിട്ടും എനിക്ക് തോന്നുന്നില്ല സാർ എൻ്റെ ഒരു സിനിമയുടെ ഒരു ചടങ്ങിന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് അത് സംഭവിക്കുന്നത്. 2025 റീച്ചയിലൂടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അപ്പം സാറിനെ ഒത്തിരി ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ഈ ഒരു രീതിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവിധ സ്നേഹ ബഹുമാനത്തോടും കൂടി തന്നെ വിനയൻ സാറിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാവർക്കും താഴെ ഇരുന്ന് നമ്മളുടെ ട്രെയിലർ കാണാൻ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വാണി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു, അതോ സാറിനോട് നിൽക്കുന്നു, താഴെ കയറണം. യോ വിഷ് അപ്പോൾ നമ്മളുടെ ഈ ഒരു റീച്ചൽ എന്ന ചിത്രത്തിന്റെ ഡിസംബർ 6 റിലീസാവാൻ പോകുന്ന റീച്ചൽ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. സോ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഈ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ വിനയൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ പ്ലീസ്